ഹലോ, ഇത് നമുക്ക് പ്ലാന്റേഷനിലെ കുറച്ച് ആനകളുടെ വീഡിയോ ഒക്കെ കണ്ടാലോ? പ്ലാന്റേഷനിൽ ഇപ്പോൾ നമ്മൾ പോക്ക് കുറവാണ് കേട്ടോ. പോക്ക് കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലിപ്പോൾ അധികം അങ്ങനെ പോകാത്തത് കൊണ്ട് പ്ലാന്റേഷനിലേക്ക് പോക്കും കുറവാണ്. അപ്പോൾ നമുക്ക് ആനയുടെ വീഡിയോ ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ അധികം ആനയുടെ വീഡിയോസൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു ആനയുടെ വീഡിയോ, നല്ലൊരു വീഡിയോ കിട്ടുന്നത്. അതിന് കടപ്പാടും ഉണ്ട് കേട്ടോ, കടപ്പാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആനയുടെ വീഡിയോ ആദ്യം കാണാം. ആനയുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 3 ആനകളുടെ വീഡിയോ ആണ്. കുറച്ച് ലെങ്ത് ഉള്ളൊരു വീഡിയോ, ചെറിയ ഇത്തിരി ലെങ്ത് ഉള്ളൊരു വീഡിയോ തന്നെയാണ് കേട്ടോ. കൂടുതലും ഈ ആനകളെ ഈ ആനകളുടെ തീറ്റയും ഇവരുടെ ഒരു നടപ്പും അങ്ങനെയൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ. പ്ലാന്റേഷനിൽ പോകുമ്പോൾ നമുക്ക് ഒത്തിരി ആനകളെ കാണാൻ പറ്റാറുണ്ട്. പക്ഷേ ഇങ്ങനൊരു വീഡിയോ എനിക്ക് കിട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ കൂടുതൽ എനിക്ക് വണ്ടിയിൽ പോകുമ്പോൾ ഉള്ള വീഡിയോസാണ് കൂടുതൽ എടുക്കാൻ പറ്റാറും എൻ്റെ ഫോളോവേഴ്സിന് എനിക്ക് കാണിച്ചു തരാനൊക്കെ പറ്റാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് നല്ലൊരു വീഡിയോ കിട്ടി. അപ്പോൾ അതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നല്ലൊരു വീഡിയോ കിട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അതിന് കടപ്പാടുമുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ആനകളുടെ കാര്യം പറയുകയാണെങ്കിൽ, ആനകൾ നമ്മുടെ പ്ലാന്റേഷനിൽ ഞങ്ങളുടെ ക്വാർട്ടേഴ്സൊക്കെ വന്ന് ആകെ നശിപ്പിച്ചു. ആദ്യം നശിപ്പിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വീട് കയറി നശിപ്പിച്ചതിൻ്റെയൊക്കെ ഞങ്ങളുടെ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ മാറ്റിയായിരുന്നു. അന്ന് നശിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും ഞങ്ങളുടെ വീട് വീണ്ടും ആന നശിപ്പിച്ചിട്ടുണ്ട്. നമ്മളവിടെ താമസമൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക്. പക്ഷെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വീണ്ടും നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് നമ്മൾ മുഴുവൻ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, പാത്രങ്ങളൊക്കെ കുറച്ച് കൊണ്ടുപോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് അത് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ആശാന്മാർ അതൊക്കെ കയറി. പക്ഷെ എന്തൊരു ഭംഗിയാണല്ലേ നിൽക്കുന്നത് കാണാനായിട്ട്. നിന്ന് തീറ്റ തിന്നുന്നത് നോക്കിയാൽ കുറച്ച് സ്പീഡ് കൂടി പോയില്ല ഈ ഒരു ഭാഗത്തിന്. എന്ത് ഭംഗിയിലാണ് നിന്ന് തിന്നുന്നതെന്ന് നോക്കിയാൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. ആ രീതിയിലാണ് വന്ന് നിന്നുള്ള തീറ്റയും. മാത്രമല്ല ഇവന്മാർക്കൊക്കെ പേരുണ്ട് കേട്ടോ. നമ്മുടെ പ്ലാന്റേഷനിൽ കൂടുതലും ആനകളെ വീഡിയോ എടുക്കാനും ആനകളെ പറ്റി നന്നായിട്ട് അറിയാവുന്ന ഒത്തിരി ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്. കുറേ പേര് ആനയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം നമ്മുടെ പ്ലാന്റേഷനിൽ വരാറുണ്ട്. അതിരപ്പള്ളി ഭാഗത്ത് വന്ന് സ്റ്റേ ചെയ്ത് വീഡിയോ എടുക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഇടയിൽ സത്യം പറഞ്ഞാൽ നമ്മളൊന്നുമല്ല. പക്ഷെ ആനകളെ പറ്റി നമുക്ക് എനിക്കറിയുന്നതിൽ കൂടുതൽ കുറേ നല്ല ഒത്തിരി പേരുകളും കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാവുന്ന ആനകളുടെ പേരുകളൊക്കെ അറിയാവുന്ന വ്ളോഗർമാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആന ഈ പറഞ്ഞു വരുന്നത്, അപ്പോൾ നമ്മുടെ ആനകൾ ഇങ്ങനെ കാണുന്ന ഭംഗി മാത്രമല്ല, നമുക്ക് ഒത്തിരി നാശനഷ്ടങ്ങളും ആനകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഇവന്മാർ തന്നെ, ഈ ആനകൾ തന്നെയാണ് നമ്മുടെ മോതിരക്കണ്ണി ഭാഗത്ത്, കുറ്റിച്ചിറ മോതിരക്കണ്ണി ഭാഗത്തൊക്കെ വന്ന് കഴിഞ്ഞ ദിവസം ഒരാളെ